നെന്മാറ പഞ്ചായത്തിലെ വല്ലങ്ങി തവളാക്കുളം പ്രദേശത്ത് മലിനജലം ഒഴുകുന്നത് ഗുരുതരമായ ആരോഗ്യ പരിസ്ഥിതി പ്രശ്നം സൃഷ്ടിക്കുന്നതായി പരാതി. UTVയുടെ ഇടപെടലിലൂടെ പ്രശ്നം പരിഹരിച്ചു. നെന്മാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാരംഭിക്കുന്ന ജലസേചന ഉപകനാലിലൂടെയാണ് മാലിന്യങ്ങളും മലിനജലവും ഒഴുകി തവളാക്കുളത്തെത്തിയിരുന്നത്. ഖരമാലിന്യം, ആശുപത്രി മാലിന്യം, ലാബിലെ മാലിന്യങ്ങൾ, അറവുശാലകളിലെ മാലിന്യങ്ങൾ, ഹോട്ടൽ മാലിന്യങ്ങൾ, സാനിറ്ററി നാപ്കിനുകൾ, കോഴിയിറച്ചി കടകളിലെയും പച്ചക്കറി കടകളിലെയും തുടങ്ങി എല്ലാ മാലിന്യങ്ങളും ജലസേചന കനാലിൽ ഉപേക്ഷിക്കുകയാണ് എന്നായിരുന്നു പരാതി ഉയർന്നത്. സ്റ്റാൻഡ് മുതലുള്ള വെള്ളം മുഴുവൻ വേസ്റ്റ് മുഴുവൻ ഈ കനാലിൽ കൂടെ വന്നിട്ട് വെള്ളം വരുന്ന സമയത്ത് അതങ്ങനെ ഒഴുകി വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ കുളത്തിലേക്ക് പോവുകയാണ്. പ്ലാസ്റ്റിക് വേസ്റ്റും എല്ലാം ഉണ്ട്, ഡയപ്പർ എല്ലാ സാധനങ്ങളും ഉണ്ട്. വീട്ടിനകത്തും വെള്ളം കയറുന്നുണ്ട്. കിണറുണ്ട്, കുടിക്കാൻ എടുക്കുന്ന വെള്ളമാണ്, അതിൽ മുഴുവൻ ഈ വെള്ളം കയറുകയാണ്. കലർന്നിട്ട് വരാനും പോകാൻ പറ്റില്ല. ചൊറിച്ചില് എല്ലാം വരുന്നുണ്ട്. വേസ്റ്റ് മൊത്തം തക്കാളി, സബോള എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. കിണറ്റിലെ വെള്ളം നോക്കി അങ്ങനെ കളർ മാറിയിട്ടുണ്ട്. തവളാക്കുളത്തിന് പരിസരത്ത് കനാലിലെ ഓവുചാലുകളും കനാലും മാലിന്യം കൊണ്ട് നിറഞ്ഞൊഴുകുന്നതിനാൽ കനാലിലെ ഒഴുക്ക് തടസ്സപ്പെട്ട് പരിസരത്തെ വീടുകളിലും ഖരമാലിന്യവും മലിനജലവും ഒഴുകിയെത്തുന്ന സ്ഥിതിയുണ്ടായിരുന്നു. മലിനജലം ഒഴുകി രൂക്ഷമായ ദുർഗന്ധവും മാലിന്യവും കാരണം പ്രദേശത്തെ ജനജീവിതം ദുരിതപൂർണമായി. UTVയുടെ ഇടപെടലിലൂടെ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന പഞ്ചായത്ത് അംഗം കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയൻ സ്ഥലം സന്ദർശിക്കുകയും അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. തുടർന്നാണ് പ്രശ്നപരിഹാരമായത്. UTV ന്യൂസ്, പാലക്കാട്.